ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനവുമായിട്ട് ഒരുമിച്ച് വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസ് അറ്റ്ലാന്റയിൽ നിന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തൻ്റെ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹമായി തീരുന്നു. ഇന്ന് രാത്രിയിലും ദൈവം ശക്തമായി തന്നെ ഉപയോഗിപ്പാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ പൊന്നമ്മ ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാമോ? സിസ്റ്റർ പൊന്നമ്മ പ്രാർത്ഥിക്കുമോ? പ്രൈസ് ദി ലോർഡ്. അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമോ? അല്ല വേണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, സ്തോത്രം. അനുഗ്രഹമേറിയ കർത്താവേ, നല്ല നിമിഷത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ആമേൻ. ഞങ്ങളുടെ ബൈബിൾ കോളേജിന്റെ ആയ കർത്താവേ മീറ്റിങ്ങിനെ ഇതുവരെയും കർത്താവെ ഭംഗിയായി കർത്താവെ പരിശുദ്ധാത്മാവ് അവിടുന്ന് നടത്തുവാൻ ദൈവമേ നിന്റെ ദാസന്മാരെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ദൈവമേ എല്ലാ സ്റ്റുഡൻസുകളെയും ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. വചനം കേട്ട് കർത്താവേ ഹല്ലേലൂയ തങ്ങളെ തന്നെ ആമേ ചതിക്കുന്നവരായി തീരുവാനല്ല കർത്താവേ. ഹല്ലേലൂയ വചനം കേട്ടവര് കർത്താവേ ഹല്ലേലൂയ ദൈവരാജ്യത്തിന് ഏറ്റവും പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവേ ഹല്ലേലൂയ വചനം സംസാരിക്കാൻ വരുന്ന ദൈവത്തിന്റെ വിലയേറിയ ദൈവമേ ഭൃത്യനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്വർഗത്തിലെ ദൈവം കർത്താവേ മോശയുടെ നാവിനോട് കൂടി ഇരുന്നതുപോലെ പരിശുദ്ധാത്മാവ് രാത്രികാലം കർത്താവേ ആമേ ദൈവം നിന്റെ ദാസന്റെ നാവിനോട് കൂടി ഇരുന്ന് കർത്താവേ നിന്റെ ജനത്തോട് സംസാരിക്കുവാൻ കൃപയെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ കൃപ അവിടുന്ന് രാത്രികാലം അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ തടസ്സവും ദൈവം മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭയഭക്തി വിറയലോടുകൂടെ കർത്താവെ നിന്റെ പാദാന്തീര് ഞങ്ങൾക്കെല്ലാം ഇരിക്കുവാൻ കർത്താവെ സ്തോത്രം. അറിയ നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ ദൈവത്തിന്റെ പാദപ്പെടുത്തങ്ങൾ കർത്താവെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ. ഇതിന്റെ ലീഡ് ചെയ്യുന്ന ദൈവത്തിന്റെ അഭിഷിക്തനായ സ്തോത്രം, കുടുംബത്തിനായ സ്തോത്രം, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ കർത്താവെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ദൈവകൃപയെ ദൈവം നിറയ്ക്കുന്നതിനായ സ്തോത്രം. ഇതിൽ ആമേൻ. എല്ലാ സാറുമാരെയും ഓർത്ത് സ്തോത്രം ചെയ്തവർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. തിരുനാമ മഹത്വയുടെ അത്ഭുതം പ്രവർത്തിക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് വീണ്ടും വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസങ്ങളെ ക്ലാസ് ഒക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുന്നു. ബൈബിൾ വായിക്കുവാനായിട്ട് ഇന്ന് താല്പര്യപ്പെടുന്നത് പ്രിയ സിസ്റ്റർ ഞാൻ പേര് തന്നല്ലോ പാസ്റ്ററെ, ഒത്തിരി ഉണ്ടോ വായന? ഓക്കെ. സിസ്റ്റർ മേഴ്സി ഫിലിപ്പും പ്രിയ അഞ്ജു സാറയും ഓൾറെഡി പേര് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ആരെങ്കിലും താല്പര്യമുള്ള പാസ്റ്റർ തന്നെ അത് പറയുന്നതായിരിക്കും. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസിനെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വന്ദനം. നമ്മുടെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വരുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു. ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ഷാജിക്ക് ദാനിയലിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ കൂടി നടക്കുന്ന തൻ്റെ ദാസന്മാരെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ച് നടത്തുന്ന ഈ അഗാപ്പെ ബൈബിൾ കോളേജ് ലോകപ്രസിദ്ധമാണ്. അനേകർക്ക് ഈ ക്ലാസ്സുകൾ ചെന്നെത്തുവാനിടയാകുന്നു. ഞാൻ തന്നെ 20,000 പേർക്ക് എടുക്കുന്ന ക്ലാസ് അയച്ചുകൊണ്ടിരിക്കുന്നു. അനേകര് അത് പഠിച്ച് അവരുടെ റെസ്പോണ്ട് എന്നെ അറിയിക്കാറുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ആദ്യമായി ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ 1-ാം അധ്യായം 7ാമത്തെ വാക്യമാണ്. മേഴ്സി ഫിലിപ്പ് വായിച്ചോട്ടെ. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ് ആമേൻ. ആമേൻ. 7ാമത്തെ വാക്യത്തിൽ തന്നെ നിന്ന് ക്ലാസ് എടുക്കാനുള്ള സമയമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ട്രിനിറ്റി നമുക്ക് കാണുവാൻ കഴിയുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് എടുക്കാൻ പോയാൽ ഇന്ന് ആ ക്ലാസ് കൊണ്ട് നിർത്തേണ്ടതായിട്ട് വരും. അത് വേറൊരു സന്ദർഭത്തിൽ ഞാൻ എടുക്കാം. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം മുൻപോട്ട് പോകണമല്ലോ. എൻ്റെ 1-ാം അധ്യായം തന്നെ 27 ക്ലാസ്സാണ്.
അത് എങ്ങനെ ചുരുക്കണമെന്നുള്ളത് എനിക്കറിയത്തില്ല. അത് ഇപ്പോൾ പൂനായിൽ തൂലിക ടി വിയിൽ 95-ാമത്തെ ക്ലാസ്സാണ് എടുത്തത്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അത് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ 100-ലധികം ക്ലാസ്സുകളായി. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം വരെ ആയി. അതുകൊണ്ട് ശാന്തമായി നമുക്ക് പഠിക്കാം. ദൈവത്തിൻ്റെ മക്കളെ, വെളിപ്പാട് പുസ്തകം നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ തക്ക നോക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഈ 7-ാമത്തെ വാക്യമാണ്. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇവിടെ 3-4 വിഷയങ്ങൾ കാണുവാൻ കഴിയുന്നു. ഇതാ എന്നുള്ള വാക്ക് 25-ൽ അധികം പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്കാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. അത് 25-ൽ അധികം പ്രാവശ്യം ഈ പദം നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വിളിച്ചറിയിക്കുന്ന ഒരു വാക്കാണ് അത്. മേഘാരൂഢനായി വരുന്നു, ഞാൻ മേഘാരൂഢനായി വരുന്നു, അതൊരു വിഷയം. ഏത് കണ്ണും എന്നുള്ള അടുത്തൊരു വിഷയം. 3, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, കുത്തിത്തുളച്ചവരെന്നുള്ള ഒരു വിഷയം. 4, ഭൂമിയിലെ ഗോത്രങ്ങൾ ഒക്കെയും വിലപിക്കും. 4 വിഷയങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യവരവിനെയാണ് ഇവിടെ വിളിച്ചറിയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. 1 രഹസ്യവരവും, 2 പരസ്യവരവും. നമ്മളിപ്പോൾ കാത്തിരിക്കുന്ന വരവ് എന്ന് പറയുന്നത് കർത്താവിൻ്റെ രഹസ്യവരവിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ ഈ പരസ്യവരവിനെ കുറിച്ച് ആദ്യമേ തന്നെ ഇവിടെ പറയാൻ തക്കോണം. കാരണം രഹസ്യവരവിനെ കുറിച്ച് അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും. യേശു വരുന്നവനാണ്, രഹസ്യപരമാണത്. എന്നാൽ ഇവിടെ പരസ്യവരവിനെ കുറിച്ച് ഇത്ര പെട്ടെന്ന് ആദ്യമേ കൊണ്ടുവന്നത് എന്താണെന്ന് ഒരു ചിന്ത വരാം. അതായത് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവർ ജാതിയായി ഇതുവരെയും കർത്താവിനെ അംഗീകരിച്ചിട്ടില്ല. അവർക്കൊരു മുന്നറിവ് കൊടുക്കുകയാണ്, മേഘാരൂഢനായി ഇതാ ഞാൻ വരുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം നിറവേറാൻ പോകുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും. അവനെ കുത്തിത്തുളച്ചവരെന്ന് പറയുന്നത് റോമൻ പടയാളികളാണ്. പക്ഷേ അവനെ അവനെ ക്രൂശിച്ചു കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുത്തത് യഹൂദജാതിയാണ്. ഇസ്രായേലാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റക്കാർ. അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞേ അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നതും, പീലാത്തോസ് വിധി എഴുതുവാൻ തക്കവണ്ണം ഇടയായി തീർന്നതും ഇസ്രായേൽ നിമിത്തമാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കുത്തിത്തുളച്ചവർ റോമൻ പടയാളികളാണ്. പടയാളികളെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത് യഹൂദന്മാരാണ്. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. രഹസ്യവരവ്, പരസ്യവരവ്. അവന്റെ രഹസ്യവരവിനെ കുറിച്ചൊരു വാക്യം നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ അഞ്ചു മോണ് വായിച്ചോട്ടെ. അഞ്ചു ഇല്ലയോ? നോക്ക വാക്യങ്ങൾ കിട്ടിയില്ലേ? 1 തെസ്സലോനിക്കർ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതൽ 18 വരെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവിൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന ഒരു പ്രത്യാശയുടെ വചനമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ 7 കൂട്ട സംഭവങ്ങൾ ഈ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. തെസ്സലോനിക്കർക്ക് എഴുതുന്ന ഈ ലേഖനം ഊമവിഗ്രഹങ്ങളെ വിട്ടുതിരിഞ്ഞു വന്ന വിശ്വാസികൾക്ക് എഴുതുന്ന ഒരു ലേഖനമാണ്. അവർ കർത്താവിലേക്ക് തിരിഞ്ഞു വന്നതിന് ശേഷം അവരിൽ ചിലർ തീരുമാനിച്ചു, ഇപ്പോൾ ഉടൻ തന്നെ കർത്താവ് വരും, അന്തിക്രിസ്തു ഉടനെ കടന്നു വരും എന്നൊക്കെ പറഞ്ഞ് ഒരു ബഹളം ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പോൾ ഇനി ജോലിക്കൊന്നും പോകണ്ട, ജോലിയൊന്നും ചെയ്യണ്ട, കാരണം ഉടനെ കർത്താവ് വരാൻ പോവുകയാണ് എന്നൊരു ബഹളം കുറെ പേർ അവിടെ ഉണ്ടാക്കി.
അപ്പൊ കുറെ പേര് ജോലിക്കൊന്നും പോകാതെ ഉള്ള ജോലിയൊക്കെ റിസൈൻ ചെയ്ത് മടിയന്മാരായിട്ടിരിക്കുകയാണ്. അപ്പൊ പൗലോസ് അവരെ താക്കീത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. കർത്താവ് വരും, പക്ഷെ നിങ്ങൾ അലസന്മാരായി വീട്ടിരിക്കരുത്, മെനക്കെട്ട് നടക്കരുത്, നിങ്ങൾ ജോലി ചെയ്യണം. ഇതുപോലെ അലസന്മാരായിരിക്കുന്ന ആൾക്കാരുണ്ട്, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പൗലോസ് അവർക്ക് താക്കീത് കൊടുത്ത് എഴുതുന്ന ലേഖനമാണ് 1-2 ലേഖനം. അതിന്റെ 1-ാം അധ്യായത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 1-4 വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ അറിയുന്നില്ലയോ. 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ അവരുടെ നടപ്പിനെ കുറിച്ചാണ്, നിങ്ങൾ വിളിക്ക് യോഗ്യമാമണം നടക്കണം. 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവരുടെ നിലനിൽപ്പിനെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കണം. 4-ാം അധ്യായത്തിൽ പറയുന്നു കർത്താവിന്റെ വരവിനെ കുറിച്ച്, കർത്താവ് എങ്ങനെ വരും. 5-ാം അധ്യായത്തിൽ അവരോട് പറയുന്നത് ശുദ്ധീകരണമാണ്. സമാധാനത്തിന്റെ ദൈവം നിങ്ങൾ തന്നെ, 5-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങളിൽ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാണനും ദേഹവും ദേഹിയും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അനന്യമായി വെളിപ്പെടുമെന്നും കാക്കപ്പെടുമാറാകട്ടെ. 5 വിഷയങ്ങളാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം നമ്മൾ കാണുവാൻ കഴിയുന്നത്. 1 അവരുടെ തെരഞ്ഞെടുപ്പ്, 2 അവരുടെ നടപ്പ്, 1-ാം അധ്യായം 4-ാം വാക്യം തെരഞ്ഞെടുപ്പ്, 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നടപ്പ്, 3-ാം അധ്യായത്തിൽ നിലനിൽപ്പ്, 4-ാം അധ്യായത്തിൽ കർത്താവായ യേശുവിന്റെ വരവ്, 5-ാം അധ്യായത്തിൽ അവരുടെ ശുദ്ധീകരണം. കർത്താവിന്റെ വരവിനെ കുറിച്ച് പൗലോസ് പറയുന്ന വാചകം ഇതാണ്, 7 കൂട്ടം കാര്യങ്ങൾ അന്ന് നടക്കുമെന്നാണ് രഹസ്യ വരവിങ്കൽ. ഇവിടെ വായിക്കുന്ന പരസ്യവരവിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ രഹസ്യവരവിനെ കുറിച്ച് 2 വാക്ക് പറയാതെ പരസ്യവരവിനെ കുറിച്ച് പറയുന്നത് അത് പ്രയോജനപ്പെടത്തില്ല. അതുകൊണ്ട് ആദ്യമായി നമ്മളിപ്പോൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവിനെ കുറിച്ചാണ്. 7 കൂട്ടം കാര്യം നടക്കും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അനന്തരം സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിപ്പാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. 2-3 അധ്യായങ്ങളിൽ ആശയിലുള്ള 7 സഭകൾക്കുള്ള ദൂത് കൊടുത്തതിന് ശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അനന്തരം എന്ന് പറഞ്ഞാൽ അത് ഇവയ്ക്ക് ശേഷം എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ നിന്നുള്ള ട്രാൻസ്ലേഷന്റെ അർത്ഥം. ഇവയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സഭായുഗം കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചിട്ട് ആദ്യത്തെ ശബ്ദം ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിപ്പാണ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഉടനെ യോഹന്നാൻ ആത്മാവിലായി സ്വർഗത്തിലേക്ക് കയറുന്നതും 24 സിംഹാസനവും 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന തന്റെ സഭയെയും നമുക്ക് കാണുവാൻ തക്കണം കഴിയും. അതൊക്കെ 4-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ആ 24 കസേര ഇരിക്കുന്നവർ എങ്ങനെയാണ് കാന്തയാകുന്നതൊക്കെ നമുക്ക് ശരിയായിട്ട് പഠിപ്പിച്ച് മുൻപോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് 1 മണിക്കൂർ ഉള്ളതുകൊണ്ട് ആ 1 മണിക്കൂറിനുള്ളിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് എനിക്ക് തീർക്കണം. അതിനാണ് ഞാൻ ധൃതി വെച്ച് പറയുന്നത്. ബാക്കി എടുക്കുന്നവർക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാം. എന്താണ് ഈ 7 കൂട്ട സംഭവങ്ങൾ? 3 കൂട്ട സംഭവങ്ങൾ സ്വർഗത്തിലും 3 കൂട്ട സംഭവങ്ങൾ ഭൂമിയിലും. സ്വർഗത്തിൽ നടക്കുന്ന 3 കൂട്ട സംഭവങ്ങൾ കർത്താവിന്റെ ഗംഭീരനാദം 1, 2 പ്രധാന ദൂതന്റെ ശബ്ദം, 3 ദൈവത്തിന്റെ കാഹളം. ഭൂമിയിൽ നടക്കുന്ന 3 കൂട്ട സംഭവങ്ങൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുക, 2 ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുക, 3 ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുക. എത്ര പ്രത്യാശയേറിയ ഒരു വാക്കാണ്! നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കൊക്കെ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. 3 കൂട്ടം സംഭവങ്ങൾ സ്വർഗത്തിൽ നടക്കുമ്പോൾ ആ സെയിം ടൈമിൽ 3 കൂട്ടം സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കും. ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും. ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും തന്റെ കാന്തയെ സ്വീകരിക്കാൻ. മറ്റു ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൻ ആ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും എന്ന് നമ്മൾക്ക് കാണുവാൻ തക്കണം കഴിയും. ഈ 6 കൂട്ടം 3 കൂട്ട സംഭവങ്ങൾ സ്വർഗത്തിൽ നടക്കുമ്പോൾ 3 കൂട്ട സംഭവങ്ങൾ ഭൂമിയിൽ നടക്കും. ഇടയ്ക്ക് നടക്കുന്ന സംഭവമാണ് കർത്താവായ യേശു തന്റെ കാന്തയെ സ്വീകരിപ്പാൻ തക്കണം ഇറങ്ങി വരും. കർത്താവിന്റെ ഗംഭീരനാദം എന്ന് പറയുന്നത് എന്താണ്? ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ച് അത് കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തു വരിക. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം, വേദവിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കുന്നത്, ലാസറെ എന്ന് മാത്രം പേര് വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിൽ അന്ന് വരെ ക്രിസ്തുവിന് മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വെളിയെ വന്നേനെന്നാണ്. കർത്താവ് പ്രത്യേകം എടുത്ത് ലാസറിന്റെ പേര് പറഞ്ഞു.
അങ്ങനെ വേദപണ്ഡിതന്മാരും വിശ്വാസികളും വിശ്വസിക്കാൻ കാരണം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 31, 32 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഈ വാക്യം വെച്ചാണ് കല്ലറകളിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30, 31 വാക്യങ്ങൾ. കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ പുനരുത്ഥാനം ചെയ്യും. കർത്താവ് അതുകൊണ്ട് ലാസറിന്റെ പേര് മാത്രം വിളിച്ച് ലാസറെ പുറത്തു വരിക. അന്ന് അതേ ലാസറെ എന്ന് വിളിച്ചപ്പോൾ ലാസർ പുറത്തു വന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ മുഴങ്ങാൻ പോകുന്ന ശബ്ദം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കേൾക്കുന്ന ശബ്ദം ഇവിടേക്ക് കയറി വരിക. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദമാണ് മുഴങ്ങാൻ തക്കൊണ്ണം പോകുന്നത്. നമ്മളെ യശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, എൻ്റെ ജനമായുള്ളവര് ക്രോധം കഴിഞ്ഞു പോകുള്ളൂ, അല്പസമയത്തേക്ക് അറയിൽ പ്രവേശിച്ച് വാതിലടച്ച് ഒളിച്ചിരിക്കുക. കർത്താവിൻ്റെ ശബ്ദം എത്രയും താമസിയാതെ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. രണ്ടാമത് പ്രധാന ദൂതന്റെ ശബ്ദമാണ്. പ്രധാന ദൂതൻ ആരാണ്? മീകായേലാണ്. യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ പ്രധാന ദൂതനാകുന്ന മീകായേൽ മോശയുടെ ശരീരം സംബന്ധിച്ച് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണ രീതി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞു. മോശയുടെ ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധിച്ച് അവിടെ വലിയൊരു തർക്കമുണ്ടായി. മോശയുടെ മരണം നടക്കുന്നത് ആവർത്തന പുസ്തകം 34-ാം അധ്യായമാണ്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ആവർത്തനം 34-ാം അധ്യായത്തിലാണ് മോശ മരിക്കുന്നത്. ആ കൊടുമുടിയിൽ വെച്ച് അത് മോശ മരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് ദൈവം പറഞ്ഞു, നീ കനാൻ നാട്ടിൽ കടക്കത്തില്ല, ഇവിടെ നിന്ന് കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ മോശയ്ക്ക് കനാൻ നാട്ടിൽ 40 വർഷം ഇവരെ നടത്തിക്കൊണ്ടുവന്ന മോശയ്ക്ക് അത് കനാൻ നാട്ടിൽ പ്രവേശിക്കാൻ തക്കണം ഒത്തില്ല. പിസ്കായുടെ കൊടുമുടി വെച്ച് മോശ മരിച്ചു പോവുകയായിരുന്നു. ആവർത്തന പുസ്തകം 34-ാം അധ്യായം വായിക്കുമ്പോൾ യഹോവ അവനെ അടക്കി എന്നാണ് വായിക്കുന്നത്. യഹോവ അവനെ അടക്കി. അവന്റെ ശവകുടീരം ആരും കണ്ടിട്ടില്ല. എന്നാൽ മോശ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അത് സംബന്ധിച്ചൊരു തർക്കമുണ്ടായ കാര്യമാണ് യൂദാ തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രധാന ദൂതനാകുന്ന മീകായേൽ, യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ, എന്നാൽ പ്രധാന ദൂതനാകുന്ന മീകായേൽ മോശയുടെ ശരീരം സംബന്ധിച്ച് തർക്കിച്ച് വാദിക്കുമ്പോൾ അതേ മോശയെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തക്കൊണ്ണം സ്വർഗം പ്ലാൻ ചെയ്തു. ആ മോശയ്ക്ക് ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കാതിരിക്കാൻ തക്കൊണ്ണം തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സാത്താൻ വന്നു. അവനെ ഉയർപ്പിക്കാൻ പാടില്ല. കാരണം എന്താ? അവൻ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന കൊലപാതകനാണ്. രണ്ടാമത് പാറയോട് അടിക്കാൻ പറഞ്ഞപ്പോൾ പാറയെ അടിച്ചവനാണ്, അനുസരണം കെട്ടവനാണ്. സാത്താൻ എന്തെല്ലാം വാഗ്വാദം കൊണ്ടിരുന്നറിയാമോ? 3 അവൻ കൽപ്പനകൾ 10 കൽപ്പന എഴുതിയ ആ 2 പലകൾ അടിച്ചു പൊട്ടിച്ചവനാണ്. ഇവനെയാണോ ഉയർപ്പിക്കാൻ പോകുന്ന പറഞ്ഞ് തർക്കവുമായിട്ട് വന്നിരിക്കുക. എന്നാൽ മീകായേൽ തർക്കിക്കാനൊന്നും പോയില്ല. കർത്താവ് നിന്നെ സ്പർശിക്കട്ടെ എന്ന് പറഞ്ഞു. ആ സ്പർശനം കൊണ്ട് സാത്താൻ അവിടുന്ന് ഓടിപ്പോവുകയും മോശ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാതിരിക്കത്തക്കൊണ്ണം അന്തിമ സമയത്ത് സാത്താൻ തന്റെ സർവ്വസേനയുമായി ഒരു പരിശ്രമം നടത്താതിരിക്കത്തില്ല. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഹിദ്ദേക്കൽ എന്ന് പറയുന്ന മഹാനദീരത്ത് ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. 1-ാം ദിവസം ഉപവസിച്ച സന്ദർഭത്തിൽ തന്നെ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ട് വന്നതാണ്. എന്നാൽ 21 ദിവസം ദാനിയേൽ പ്രവചനം 10-13 വായിക്കുമ്പോൾ 21 ദിവസം പാർസി രാജ്യത്തിന്റെ പ്രഭു അവനോട് എതിർത്ത് നിന്നതാണ് വായിക്കുന്നത്. പാർസി രാജ്യ പ്രഭു. കാരണം ഈ ദൂതൻ ദാനിയേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി കൊടുക്കാൻ തക്കണം വന്ന ദൂതനെ പാർസി രാജ്യത്തിന്റെ പ്രഭു സാത്താൻ ഓരോ പ്രഭുക്കന്മാരെ ഓരോ സ്ഥലത്തും ലൂസിഫർ നിയമിച്ചിട്ടുണ്ട്. അന്നത്തെ പാർസിയിൽ ഒരു പ്രഭുവിനെ, നമ്മുടെ ഇവിടെ എല്ലാം റാന്നിയിലും അതുപോലെ ഡോഗയിലും ഒക്കെ ഓരോ പ്രഭുക്കന്മാരെ സാത്താൻ നിയമിച്ചിട്ടുണ്ട്. നമ്മൾ ഇവാഞ്ചലിസം നടത്തുന്ന പോലെ തന്നെ സാത്താൻ തന്റെ പ്രവർത്തന ശക്തിയോടെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറഞ്ഞ പിശാച് 21 ദിവസം ഈ ദൂത് തടഞ്ഞു നിർത്തി. എന്നാൽ പ്രധാന പ്രഭുക്കൻ എന്നാൽ ദാനിയേൽ പ്രാർത്ഥന തുടരുകയാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ നമ്മൾ പോരാടണമെന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതിരിക്കുന്നത് സാത്താൻ അന്തരീക്ഷത്തിൽ നമ്മുടെ മറുപടിയെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അത് പോരാടി സാത്താനോട് പോരാടി നമ്മൾ ജയിച്ച് നമ്മുടെ മറുപടി കിട്ടുന്നവരെയും നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തുന്നു. വന്ന മീകായേൽ അതേ വന്ന ദൂതുമായിട്ടുള്ള ഗബ്രിയേലാണ് പറയുന്നത്,
ഞാൻ ദൂതുമായിട്ട് നീ പ്രാർത്ഥിച്ച അന്ന് ഞാൻ ഈ ദൂതുമായിട്ട് വന്നതാ, മറുപടിയായിട്ട് വന്നതാ. എന്നാൽ പാർസി രാജ്യത്തിന്റെ പ്രഭു പിശാച് 21 ദിവസം തടഞ്ഞു നിർത്തി. എന്നാൽ പ്രധാന പ്രഭുക്കന്മാരുടെ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. നിനക്കിതാ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ദൈവമക്കൾ ഓർക്കണം, ദാനിയേലിന്റെ അതേ പ്രാർത്ഥനയ്ക്ക് തടസ്സം നിന്ന അതേ സാത്താൻ, മോശയുടെ ഉയർത്തുന്നേൽപ്പിന് തടസ്സം നിന്ന സാത്താൻ, ദൈവത്തിന് ഇവിടെ എല്ലാം പ്രത്യക്ഷപ്പെട്ടത് പ്രധാന ദൂതനാകുന്ന മീഖായേലിന്റെ ശബ്ദമാണ്. കർത്താവിന്റെ ഗംഭീരനാഥം മുഴക്കുമ്പോൾ ക്രിസ്തുവിന് മരിച്ചവർ ഉയർത്തുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. അവർ ഒരുമിച്ച് എടുക്കപ്പെടാൻ തുടങ്ങുമ്പോൾ സാത്താൻ അവസാനത്തെ ഒരു പരിശ്രമം ചെയ്യാതിരിക്കത്തില്ല, തടസ്സം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തടസ്സം സൃഷ്ടിക്കാൻ തക്കൊണ്ണം, കാരണം താൻ ആകാശത്തിന്റെ അധികാരം എന്നാണ് വായിക്കുന്നത്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന എന്നാണ് വായിക്കുന്നത്. അത് എഫെസ്യരുടെ 6-ാം അധ്യായം 14-ാമത്തിൽ സ്വർലോകങ്ങളിലെ എന്ന് പറഞ്ഞ ഹൈ പ്ലേസസ് എന്ന ഇംഗ്ലീഷിൽ ഉന്നത സ്ഥലങ്ങളിലെ ദുഷ്ടാത്മസേന. അവൻ തന്റെ സിംഹാസനം ആകാശത്തിൽ വെച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഭൂമി കൂടെ ഊടാടിക്കൊണ്ട് നടക്കുകയാണ്. അവൻ അവസാനമായി ഒരു പരിശ്രമം ചെയ്യാതിരിക്കത്തില്ല. ആ സമയത്ത് അവൻ പരിശ്രമിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദമാണ് പ്രധാന ദൂതനാകുന്ന മീഖായേലിന്റെ ശബ്ദം. എന്തുകൊണ്ടാണ് മീഖായേൽ ഈ ശബ്ദം മുഴക്കുന്നത് ചോദിച്ചാൽ ഇതാണ് അതിന്റെ കാരണം. എല്ലാ സ്ഥാനത്തും പ്രധാന ദൂതനാകുന്ന മീഖായേലിനെയാണ് സാത്താനോട് പടവെട്ടുവാൻ തക്ക പറഞ്ഞു വിടുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിൽ വലിയൊരു യുദ്ധം ഉണ്ടായി എന്ന് വായിക്കുന്നു. പ്രധാന ദൂതനാകുന്ന മീഖായേലും സാത്താനും അവന്റെ ദൂതന്മാരും തമ്മിൽ പടവെട്ടി. പ്രധാന ദൂതനാകുന്ന മീഖായേൽ സാത്താനെയും കൂട്ടരെ വെട്ടി താഴെയിട്ടു. അവർ ഭൂലോകത്തിലേക്ക് പൂർണ്ണമായിട്ട് അവരുടെ സിംഹാസനം ഇട്ടിച്ച് ഈ ഭൂമിയിൽ വന്ന് അധപ്പതിപ്പിക്കാൻ തക്കണം പോവുകയാണ്. അപ്പം 12-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വെളിപ്പാട് 12:11 ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ സന്തോഷിപ്പീൻ, ഭൂവാസികൾക്കും അവർക്ക് അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവമക്കളെ, ഒന്ന് കർത്താവിന്റെ ഗംഭീരനാഥം, അത് രഹസ്യവരങ്ങൾ നടക്കാൻ പോകുന്ന കർത്താവിന്റെ ഗംഭീരനാഥം. 2 പ്രധാന ശബ്ദം. 3 ദൈവത്തിന്റെ കാഹളം. ബൈബിളിൽ 4 കാഹളത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഭയെ വിളിച്ചു കൂട്ടാൻ തക്കവണ്ണം കാഹളം ഊതണം, പാളയം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം കാഹളം ഊതണം. 10-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശത്രുക്കളുടെ നേരെ യുദ്ധത്തിന് പോകുമ്പോൾ കാഹളം ഊതണം. അതാണ് 1-ാമത്തെ കാഹളം. അതേ, പാളയം വിളിച്ചു കൂട്ടുക, സഭയെ വിളിച്ചു കൂട്ടുക, പാളയം പുറപ്പെടുവിക്കുക, യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. 2-ാമത്തെ കാഹളമാണ് നമ്മൾ അതേ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വിജയത്തിന്റെ കാഹളം. വാക്യങ്ങൾ എഴുതിയെടുക്കുക. വിജയത്തിന്റെ കാഹളം. അതേ, ഇസ്രായേൽ ജനം ആർപ്പിട്ടപ്പോൾ കാഹളം ഊതിയപ്പോൾ യെരിഹോവിന്റെ മതിൽ വീണു. അത് വിജയത്തിന്റെ കാഹളമാണ്. 3-ാമത്തെ കാഹളമാണ് എസെക്കിയേൽ പ്രവചനം 33-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതേ അവിടെ വായിക്കുന്ന വാചകം ന്യായവിധിയുടെ കാഹളമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദേശത്തിന്റെ മേൽ ന്യായവിധി വരുമ്പോൾ കാവൽക്കാരനെ കാഹളം ഊതി അറിയിപ്പാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു ന്യായവിധിയുടെ കാഹളം. 4-ാമത്തെ കാഹളമാണ് ദൈവത്തിന്റെ കാഹളം. കർത്താവിന്റെ വരവെങ്കിലും ഈ കാഹളം ധ്വനിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, അതേ കുതിരയെ സംബന്ധിച്ച് പറയുന്നത് കാഹള ധ്വനി കേട്ടാൽ അത് അടങ്ങിയിരിക്കുകയില്ല. കർത്താവ് വിളിക്കും, മക്കളെ ഇവിടേക്ക് കയറി വരിക. ഇവിടേക്ക് കയറി വരിക എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ക്രിസ്തുവിന് മരിച്ചവർ ഉയർത്തുന്നേക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. മാർച്ചിങ്ങിന് വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് അണിനിരക്കുമ്പോൾ കാഹളം ഊതും. ഇതൊക്കെ നിമിഷം സമയം കൊണ്ട് നടക്കുന്ന കാര്യം. അവർക്ക് കണ്ണി മയ്ക്കുന്നതിനിടയിൽ നടക്കുന്ന സംഭവം. ദൈവം തന്റെ കാഹളം ഊതുമ്പോൾ അതേ സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ്, ഞാൻ നമ്മുടെ ഭാഷയിൽ പറയാണ്, ലെഫ്റ്റ് റൈറ്റ് വെച്ച് സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്യും. കാഹളനാദം കേട്ടാൽ അത് അടങ്ങിയിരിക്കുന്ന കുതിരയെ കുറിച്ച് നീയോ കുതിരയ്ക്ക് കുഞ്ചിരോമം കൊടുത്തെന്ന് വായിക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ഒരു അലക്കുകാരനുണ്ടല്ലോ, ഒരു അലക്കുകാരൻ, അവന് മിലിറ്ററിയിൽ നിന്ന് പെൻഷൻ പറ്റിയ ഒരു കുതിരയെ വാങ്ങിയപ്പോൾ ഇപ്പോൾ അലക്കാൻ കൊണ്ടുവന്നത് അത് വിലയ്ക്ക് വാങ്ങിച്ചതാ. അലക്കാൻ കൊണ്ടുവന്നത് ഈ കുതിരയുടെ പുറത്ത് വെച്ച. ഈ കുതിരയുടെ പുറത്ത് ഇത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയായിരുന്നു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിര പെൻഷൻ പറ്റിക്കഴിഞ്ഞപ്പോൾ ലേലം വിളിച്ച സമയത്ത് ഈ അലക്കാരൻ പോയി വാങ്ങിച്ചു കഴിഞ്ഞ സന്ദർഭത്തിൽ ഈ കുതിരയുടെ പുറത്താണ് ഇവൻ തുണിയെല്ലാം വെച്ച് നനയ്ക്കാൻ കൊണ്ടുപോകുന്നത്.
അങ്ങനെ തുണിയെല്ലാം നനച്ചോണ്ട് തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുന്ന വേളയിൽ മിലിറ്ററി ക്യാമ്പിന്റെ അരികെ കൂടെ വന്നു. മിലിറ്ററി ക്യാമ്പിന്റെ അരികെ കൂടെ വന്നപ്പോൾ അവിടുത്തെ കാഹളനാഥം കേട്ടപ്പോഴല്ലോ കുതിര 2 ചാട്ടം ചാടി. കാരണം അവൻ ആ മിലിറ്ററി ക്യാമ്പിലേക്ക് ഓടിപ്പോയെന്ന ചരിത്രം പറയുന്നത്. കാഹളനാഥം കേട്ടാൽ അടങ്ങിയിരിക്കുകയില്ല. നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ കാഹളം ധ്വനിക്കും. 1 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി. 1 അധ്യായം 55 മുതലുള്ള വാക്യങ്ങൾ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന്റെ കാഹളം. എന്നിട്ട് ഈ കാഹളത്തോടുകൂടി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. 1 അധ്യായം 16-17 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിന് മരിച്ചവർ, ഈ സംഭവം നടക്കുമ്പോൾ ഉടൻ തന്നെ ഭൂമിയിൽ 3 സംഭവങ്ങൾ നടക്കുക. ക്രിസ്തുവിന് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കത്തില്ല. ക്രിസ്തുവിന് മരിച്ചവർ മാത്രമേ ഉയർത്തെഴുന്നേൽക്കത്തുള്ളൂ. ക്രിസ്തുവിനുള്ളവർക്ക് അവർ കപ്പലിൽ യാത്ര ചെയ്ത് വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോയാലും, രക്തസാക്ഷികളായിട്ട് മരിച്ചാലും, ഒരു ശരീരം തന്നെ പല മാംസങ്ങളുടെ വയറ്റിലായി പോയാലും, നമ്മുടെ കർത്താവിനുള്ളവരെ കർത്താവിനറിയാം. കാഹളം ധ്വനിക്കുമ്പോൾ ഇതെല്ലാം ഒന്നിച്ചു ചേർന്ന് അതേ സ്വർഗീയ ശരീരത്തോടെ അവർ എഴുന്നേറ്റ് വരും, ക്രിസ്തുവിന് മരിച്ചവർ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെ ആയിരിക്കുന്നു എന്നുള്ള വിഷയമല്ല, അവർ ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും. അതാണ് കർത്താവിന്റെ ഗംഭീരനാദത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ. രണ്ടാമത്, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. 1 കൊരിന്ത്യർ 15 അധ്യായം നമ്മൾ വായിക്കുന്നില്ലേ, നമ്മൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണ്ട, നമ്മൾ രൂപാന്തരപ്പെടും. ദൈവത്തിന് സ്തോത്രം. രൂപാന്തരപ്പെടും, സ്വർഗീയ ശരീരത്തെ പ്രാപിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും, ഈ മർത്യമായത് അമർത്യത്തെയും, ഈ മണ്ണുകൊണ്ടുള്ളത് സ്വർഗീയത്തെയും, ഈ താഴ്ചയുള്ള ശരീരത്തെ വിന്മയമായ ശരീരം നമ്മൾ പ്രാപിക്കും. നമ്മൾ രൂപാന്തരപ്പെടും. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇവർ ഒരുമിച്ച് മേഖലയിലേക്ക് എടുക്കപ്പെടും. ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ പോവുകയല്ല, അവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. ഇപ്പോൾ കർത്താവ് കാഹളം ധ്വനിക്കുകയാണെങ്കിൽ നമ്മൾ രൂപാന്തരപ്പെടുത്തേ ഉള്ളൂ, മരിക്കത്തില്ല. അതെ, ഇത് സ്വർഗത്തിലേക്ക് 2 കൂട്ടിലാണ് പോകുന്നത്. എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റവരെ, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് ഒരുമിച്ചെന്നുള്ള പദം ശ്രദ്ധിച്ച്. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, പഴയ നിയമ വിശുദ്ധന്മാര് ഇതിനകത്ത് ഉൾപ്പെടുമെന്നൊക്കെ ഉള്ള ചോദ്യമുണ്ട്. ഉൾപ്പെടും, അതൊക്കെ നമുക്ക് പിന്നെ തെളിയിക്കാം. പഴയ നിയമ വിശുദ്ധന്മാർ അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, അപ്പോസ്തലനായ പൗലോസ്, സ്തെഫാനോസ്, അതേ ആദ്യമായി ലോകത്തിൽ മരിച്ച ഹാബേല്, എല്ലാ വിശുദ്ധന്മാരുമായിട്ട് ഒന്നിച്ച് സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്യും. ഒന്നിച്ചാണ് ജീവനോട് ശേഷിക്കുന്നവരും അവരുമായിട്ട് ഒന്നിച്ചാണ് മാർച്ച് ചെയ്യുന്നത്. അപ്പൊ എൻ്റെ ഒരു ഭാവനയാണ്, ക്രിസ്തുവിന് മരിച്ചിട്ട് ഉയർത്തുന്നേറ്റ് പോകുന്നവര് അവരുടെ പഴയ കല്ലറകളിലേക്ക് ഒന്ന് നോക്കും. അവർ നോക്കിയിട്ട് പറയും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ, ഒരാളെ ഇങ്ങനെ വിളിക്കുമ്പോൾ ഹേ എന്ന് വിളിക്കുമ്പം അവർക്കൊരു ആക്ഷേപമാണ്. അവര് പുച്ഛമാടി ചോദിക്കുക, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഉടനെ ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെട്ടവര് പറയുന്ന മുദ്രാവാക്യം എന്താണെന്നറിയാമോ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവരുടെ. അവന്റെ വിഷമുള്ള ഇവരെ ബാധിച്ചില്ല. എന്നിട്ട് ഇവർ രണ്ടുപേരോട് ഒന്നിച്ച് പറയുന്ന ഒരു വാചകമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 15 അധ്യായം 52 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഒരു മർമ്മം പറയാമെന്ന് പറഞ്ഞാണ് പൗലോസ് ഇത് ആരംഭിച്ചത്. ഇതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ്. ഈ രഹസ്യവരവ് അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ കാത്തിരിക്കുന്നു. ഇനി അടുത്തായിട്ട് നടക്കാൻ പോകുന്നത് പരസ്യവരവാണ്. ആ പരസ്യവരവ് എത്രയും വേഗം നടക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 3 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരിക്കൽ കടന്നു വരികയില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:3. ഫിലിപ്പിയ ലേഖനം 3 അധ്യായം 20, 21 വാക്യം വായിക്കുമ്പോൾ, ആ വാക്യമൊക്കെ ഞാൻ അയച്ചു കൊടുത്താണ്, വായിക്കാൻ സമയമെടുക്കും. നമ്മുടെ പൗരത്വമോ, ഫിലിപ്പിയർ 3:20-21, നമ്മുടെ പൗരത്വമോ അത് സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഓ, എത്ര വലിയ സന്തോഷമാ! നമ്മുടെ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരുമെന്ന്
നാം കാത്തിരിക്കുന്നു. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അത് രൂപാന്തരപ്പെടുത്തും. എത്ര സന്തോഷകരമായ ഒരു അവസ്ഥ! ഈ ഡയബറ്റീസ് പിടിച്ച ശരീരം, ഈ ക്യാൻസർ പിടിച്ചിരിക്കുന്ന ഈ ശരീരം നമ്മുടെ തേജസ്കരിക്കപ്പെട്ട ശരീരമായി നമ്മുടെ സ്വർഗീയ ശരീരത്താൽ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ആ സന്ദർഭം. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരസ്യവരവിനെ കുറിച്ചാണ്. ഇത് ഞാൻ ചുരുക്കമായി രഹസ്യവരവിനെ കുറിച്ച് ഒരു 2 കൂട്ടം കാര്യം പറഞ്ഞാതെ പരസ്യവരവിലേക്ക് കയറാൻ തക്ക നോക്കത്തില്ല. ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ രഹസ്യവരവാണ്. ഇനിയും ഈ രഹസ്യവരവെങ്കിൽ നമ്മൾ എടുത്തുകൊള്ളപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം നമ്മൾ സ്വർഗത്തിലായിരിക്കും. 7 വർഷം. ആ 7 വർഷം ഈ ഭൂമിയിൽ മഹോപദ്രകാലമായിരിക്കും. ആ മഹോപദ്രകാലമാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. മഹോപദ്രകാലത്ത് നടക്കാൻ പോകുന്ന അതിഭയങ്കരമായ സംഭവങ്ങളാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമുണ്ടാകും. അതിൽ കൂടെ നമ്മൾ കടന്നു പോകത്തില്ല. നമ്മൾ ഈ സമയം സ്വർഗത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിനോടെയായിരിക്കും. സ്വർഗത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ 2 കൂട്ട സംഭവം നടക്കുന്നത്. ഒന്ന്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. പ്രതിഫലം വിഭജിക്കുന്ന ദിവസം. രണ്ടാമത് നടക്കാൻ പോകുന്നത് കുഞ്ഞാടിന്റെ കല്യാണം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സഭയെ വിവാഹം കഴിക്കുന്ന സന്ദർഭമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ സമയം ഭൂമിയിൽ അതിഭയങ്കരമായ മഹോദ്രകാലമാണ്. ഈ മഹോദ്രകാലം കഴിഞ്ഞതിന് ശേഷം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 19 മുതൽ 11-ാമത്തെ വാക്യത്തിലാണ് യേശു ക്രിസ്തുവിന്റെ പരസ്യവരവ്. ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു. വെളിപ്പാട് 19-ന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. നമ്മുടെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ഒരു ഭാഗം പറഞ്ഞതായ അതേ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 9 മുതൽ 11 വരെ. ഓക്കെ. ഗലീല പുരുഷന്മാരെ, ഇതാണ് ഞാൻ വാക്യങ്ങൾ അയച്ചുകൊടുത്താണ്. 1-ന്റെ 9 മുതൽ 11 വരെ. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവിടെ അടുക്കൽ വന്നിരുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. ദൈവത്തെ ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിന്റെ വരവ് രഹസ്യവരവ് അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ മെയിനായിട്ട് യേശുവിന്റെ പരസ്യവരവിനാണ് കാണുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എവിടെ നിന്നാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്? ഒലിവുമലയുടെ മുകളിൽ നിന്നാണ്. ഈ ഒലിവുമലയുടെ മുകളിൽ ഗലീല പുരുഷന്മാരെല്ലാം കൂട്ടിക്കൊണ്ടുപോയി കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ മാറ്റത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മർക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ എൻ്റെ നാമത്തിൽ പുറത്താക്കും, രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും, മരണകരമായ യാതൊന്നും കുറിച്ചാൽ നിങ്ങൾക്ക് ഹാനി വരികയില്ല. ഇതെല്ലാം പറഞ്ഞ് ഇവർക്ക് ധൈര്യം കൊടുക്കുന്ന സമയത്ത് യേശുവിന്റെ പാദം അതേ പറഞ്ഞു. ഒരു മേഘം സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഒരു മേഘം വന്ന് മറച്ചവനെ കൊണ്ടുപോവുകയാണ്. ഈ ഗലീല പുരുഷന്മാർ സ്വർഗത്തിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തോ ഒരു ദയനീയമായ നോട്ടമാണെന്നറിയാമോ? എന്തൊരു ദുഃഖത്തോടാണ് അവർ നോക്കിയിരിക്കുന്നത് അറിയാമോ? കഴിഞ്ഞ 3.5 വർഷക്കാലം തങ്ങളുടെ ഇടയവനായി തങ്ങളുടെ വീടായി നടന്നുകൊണ്ടിരുന്ന കർത്താവ് തങ്ങളെ വിട്ട് എന്നേക്കുമായി പോകുന്ന കാഴ്ച കണ്ടപ്പോൾ അവർക്ക് സങ്കടം സഹിക്കവയ്യാതെ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ 2 പുരുഷന്മാരോട് വന്ന് പറയുകയാണ്, അത് ഗലീല പുരുഷന്മാരെ സ്വർഗത്തിൽ നിന്ന് വന്നതാണ്, അത് ഏലിയാവും മോശയുമാണെന്നാണ് ചിലരുടെ അഭിപ്രായം. ചിലർ ദൂതന്മാർ തന്നെയാണെന്ന് പറയുന്നു. എന്തെങ്കിലും ആട്ടെ, 2 പുരുഷന്മാർ വന്നെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞു, ഏലിയാവും മോശ ഇപ്പോൾ സ്വർഗത്തിലുണ്ട്. കാരണം പലസ്തീൻ നാട് കാണാൻ ഒത്തില്ലെങ്കിലും പിന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ് ആത്മാവിൽ അവൻ ഉയർത്തെഴുന്നേറ്റ് അവന്റെ സ്വർഗത്തിലേക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ എടുക്കപ്പെട്ടു.
അതുപോലെ തന്നെ ഏലിയാവും രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ടു, ഹാനോക്കും രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ടതാണെങ്കിലും അതിനെക്കുറിച്ച് അവിടെ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അത് ഹാനോക്കും രൂപാന്തരപ്പെട്ട് എടുക്കപ്പെട്ടതാണെങ്കിലും ഹാനോക്കിനെ കുറിച്ചുള്ള ഭാവി പ്രസ്താവന അവിടെ ഒന്നും കാണുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഏലിയാവിനെ കുറിച്ചും മോശയെക്കുറിച്ചും മഹോദരകാലം പഠിക്കുമ്പോൾ അവരെക്കുറിച്ച് ഭാവി കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പം 2 പുരുഷന്മാർ വന്നത് ഏലിയാവും മോശയാണെന്നൊരു അഭിപ്രായമുണ്ട്. മറുമലയിൽ കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോഴും ഏലിയാവും മോശയും അവിടെ വന്നായി കാണുന്നു. വെളിപ്പാട് 11-ാം അധ്യായത്തിലും ഏലിയാവും മോശയും കാണുന്നു. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയമാണ്. ഇവർ വന്ന് പറയുന്ന വാചകം എന്താണെന്നറിയാമോ? ഇനി ദൂതന്മാർ തന്നെ ആയിക്കോട്ടെ, അവർ പറയുന്ന വാചകം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോയവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അതിൻ്റെ അകത്ത് പരസ്യ വരവ് ധ്വനിക്കുന്നുണ്ട്. ഒലിവുമലയുടെ മുകളിൽ നിന്നാണ് അവൻ സ്വർഗത്തിലേക്ക് പോയത്. അവൻ ഒലിവുമലയിലേക്ക് തന്നെ വരും എന്നാണ് പറയുന്നത് അർത്ഥം. ദൈവത്തിന് സ്തോത്രം. രഹസ്യവരും അതിൻ്റെ അകത്തുണ്ട്, പരസ്യവരുമുണ്ട്. അവൻ ഒലിവുമലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ പോയതുപോലെ തന്നെ അവൻ ഒലിവുമലയിലേക്ക് കടന്നു വരും. തെളിയിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. കർത്താവ് ഒലിവുമലയിൽ തന്നെ പ്രത്യക്ഷപ്പെടും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഗവൺമെന്റ് ഒലിവുമല സർവേ നടത്തി ഒലിവുമലയുടെ മുകളിൽ ഒരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ ഒരു വലിയ ബിൽഡിംഗ് പണിയാൻ തക്കൊണ്ടും തീരുമാനിച്ച ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവര് ഒലിവുമലയുടെ മുകളിൽ അത് വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി ഒരു വലിയ ബിൽഡിംഗ് പണിയാൻ തക്കൊണ്ട് തീരുമാനിച്ചു. അത് ഇവിടെ പലരും പലസ്തീനാട്ടിൽ പോയി ഒലിവുമലയൊക്കെ കേട്ടിട്ടുണ്ട്. അവര് ഒലിവുമല സർവേ നടത്തിയതിനു ശേഷം സർവേ റിപ്പോർട്ട് കൊടുത്തത് ഈ മലയിൽ ഒരു ബിൽഡിംഗ് പണിയാൻ തക്കൊന്നും ഒക്കത്തില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു മൂളൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടാകാൻ തക്കൊണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സർവേ നടത്തിയ പ്രിയപ്പെട്ടവരുടെ റിപ്പോർട്ടിന് പ്രകാരം അവർ അതിൽ നിന്ന് പുറകോട്ട് മാറിയെന്നാണ്. ഇപ്പോഴേ അവിടെ ഒരു മൂളൽ നടക്കുന്നതായിട്ട് അവർ കണ്ടുപിടിച്ചു. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് സർവേ നടത്തിയ ആൾക്കാർക്ക് അറിയത്തില്ല. ഇതിന്റെ അധികാരികൾക്ക് അവിടെ എന്താ നടക്കുന്നത് അറിയത്തില്ല. എന്ന പാവപ്പെട്ട സെക്കരിയ പ്രവാചകനെ അതേ 700 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അത് വെളിപ്പെടുത്തി. സെക്കരിയ പ്രവചനം വായിക്കാത്ത സെക്കരിയ പ്രവചനത്തിലേക്ക് കടന്നു വരാം. അതിന്റെ 14-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിച്ചത്. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറ് നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. നോക്കണമേ, അന്നാളിൽ നമ്മുടെ കർത്താവിന്റെ പാദം ഒലിവുമലയിൽ ചവിട്ടും. സർവേ നടത്തിയ ആൾക്കാർക്ക് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് അവർക്ക് മനസ്സിലായില്ല. എന്നാൽ പാവപ്പെട്ട നമുക്ക് ഇത് മനസ്സിലാക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. കാരണം സെക്കരിയ പ്രവാചകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അന്നാളിൽ യേശുവിന്റെ പാദം ഒലിവുമലയിൽ ചവിട്ടും. അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. അത് 2ആയി പിരിയും. അവിടെ വലിയൊരു താഴ്വരയുണ്ടാകും. ഇതേപ്പറ്റി നമ്മൾ പഠിക്കാൻ തക്കണം പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു ഭാഗമാണ് ഒലിവുമലയിൽ നടന്ന ആ സംഭവം. എന്താണ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. ഈ പോലെ കൂട്ടി പലർത്ത് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ കൊർന്നല്യോസ് കൊണ്ട് പറഞ്ഞ നിക്കോദിമോസിന്റെ കർത്താവ് പറഞ്ഞു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് പോലെ, ദൈവത്തിന് സ്തോത്രം, പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അടുത്തായിട്ട് മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കണമേ, ഇപ്പോൾ ഇവിടെ വായിക്കുന്നു, അവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ. ഒരു പ്രസംഗ വിഷയം കുറിച്ചെടുത്തോളം കേട്ടോ സഹോദരിമാർക്ക് ലേഡീസ് മീറ്റിങ്ങിന് പ്രസംഗിക്കണമെങ്കിൽ ഇതൊരു പ്രസംഗ വിഷയമായിട്ട് എടുക്കേ. ഒന്ന്, അതേ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇതിൻ്റെ അകത്ത് പ്രസംഗിക്കുന്ന ലേഡീസ് ഉണ്ടെന്ന് എനിക്കറിയാം. അവരാണ് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് പഠിക്കാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതേ എന്ന് വെച്ചാൽ സഹോദരന്മാരും അങ്ങനെ അല്ലെന്നല്ല, അവരും ഭയങ്കര ഉത്സാഹികളാണ്. നമ്മുടെ അഹാപ്പ ബൈബിൾ കോളേജ് ഏറ്റവും ശക്തിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പോലെ മോശ
മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ 3-ാം അധ്യായത്തിൽ. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒലിമലയിൽ വെച്ച് പുരുഷന്മാര് 2 പുരുഷന്മാരൊന്നും പറയാണ്, നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ടതുപോലെ അവൻ വീണ്ടും വരും. ഇനിയും 1 യോഹന്നാൻ 3-ാം അധ്യായം 2 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുന്നതാകൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ യേശു എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ നമ്മളുമായിത്തീരും എന്ന് പറഞ്ഞാൽ സ്വർഗീയ ശരീരം പ്രാപിക്കും. ആ പോലെ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പരസ്യമായി വരുന്ന രഹസ്യ വരവിന് ശേഷം 7 വർഷം കഴിഞ്ഞ് പരസ്യമായി ഒലിവുമലയിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. അത് നമുക്ക് സക്കറിയ പ്രവാചകൻ പറഞ്ഞ വാചകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോ. കർത്താവായ യേശു ക്രിസ്തു ആവർത്തന പുസ്തകത്തിൽ അത് നമുക്ക് ഒരു ഭാഗം കാണാം. അത് 33-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിച്ചേ. ആവർത്തനം 33:26. യേശുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായ അവൻ ആകാശത്തിലൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനില്ല. യേശുവിന്റെ ദൈവം എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ എന്നുള്ള അർത്ഥം കേട്ടോ. യേശു അത് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് യേശുവിന്. യേശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. പിന്നെ അവൻ എങ്ങനെ വരുന്ന അവളെ ഒന്ന് വായിച്ചേ. അവൻ നിന്റെ സഹായം ആകാശത്തിലൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ദൈവത്തിന് സ്തോത്രം കേട്ടോ. തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഭാവി നടക്കാൻ പോകുന്ന ഈ പ്രത്യക്ഷത്തെ കുറിച്ചാണ്. ഇനി മത്തായി 24:30 നമ്മുടെ കർത്താവ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വായിച്ച് മത്തായി 24:30. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. നോക്കണമേ, അവൻ മേഘമുടുത്തുകൊണ്ട് അത് ശക്തിയോടെ വരുന്നത് നിങ്ങൾ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും ബാക്കിയോട് വായിച്ചേ. അന്ന് 24-ാം അധ്യായം 30 വാക്യം. അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് ആകാശത്തോട് വരുന്ന കാണും. ഇത് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിക്കുന്നത് എപ്പോഴാണ്? യേശു ക്രിസ്തുവിന്റെ പരസ്യവരമെങ്കിലാണ്. ഇവിടെ വായിക്കുന്നത്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഇത് ഞാൻ അല്പം മുൻപോട്ട് കയറ്റി പറയാൻ തക്കൊണ്ട് പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവ് കഴിയുമ്പോൾ 7 വർഷം ഈ ലോകത്തിൽ മഹോദരകാലമാണ്. ഇന്ന് യഹൂദന്മാർക്കൊരു ദേവാലയമില്ല. 1-ാമത്തെ ദേവാലയം ശലോമോൻ പണിയിച്ചത്, 2-ാമത് കോരേശിന്റെ വിളപ്രകാരം സെരുബാബേൽ പണിയിച്ചത്, 3-ാമത്തെ ദേവാലയം ഹേരോദാവ് 46 സംവത്സരം കൊണ്ട് പണിത്. ഈ ദേവാലയം ഇന്ന് ലോകത്തിലില്ല. യഹൂദന്മാർക്ക് സീനാഗോഗുണ്ട്, പക്ഷെങ്കിൽ അവർക്ക് സ്വന്തമായ ഒരു ദേവാലയമില്ല. യെരുശലേം അന്ന് മോറിയ കുന്നിൽ ഈ ദേവാലയം പണിയപ്പെടണം. അതിപ്പോൾ മുസ്ലിമുടെ കയ്യിൽ കിടക്കുകയാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അത് എല്ലാവർക്കും പ്രവേശിപ്പാൻ തക്കണം അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ യഹൂദന്മാർ തൃപ്തരല്ല ദൈവമക്കളെ. അവർക്ക് സ്വന്തമായ ഒരു ദേവാലയം. യഹൂദനെ സംബന്ധിച്ച് അവരുടെ ലോകത്തിലെ അവരുടെ പ്രധാനപ്പെട്ട ഏറ്റവും ഒരു മതസ്ഥാപനമാണ് ദേവാലയം എന്നുള്ളത്. അവരുടെ ഏറ്റവും മതകർമ്മി എന്ന് പറയുന്നത് അവരുടെ മഹാപുരോഹിതനാണ്. അവരുടെ ഏറ്റവും വലിയ മതകർമ്മം എന്ന് പറയുന്നത് അവരുടെ യാഗമാണ്. ഈ 3 വിഷയങ്ങൾ നടക്കാതിരിക്കുന്നതുകൊണ്ട് അവർ വളരെ ദുഃഖിതരാണ്. അത് യെരുശലേമിൽ ഇസ്രായേലിൽ പോലുള്ളവരെ അറിയാം. ആ പള്ളി ഇരുന്നതിൻ്റെ അവിടെ ഒരു വിലാപ മതിൽ മാത്രം നിൽപ്പുണ്ട്. എല്ലാ വർഷവും യഹൂദന്മാർ അവിടെ കണ്ട് എപ്പോഴും അവിടെ ചെന്ന് വിലാപ മതിന്മേൽ നെറ്റിയിടിച്ച് തങ്ങളുടെ ദേവാലയം പണിയാൻ വേണ്ടി ദേവാലയത്തിന്റെ പ്രതീക്ഷയോടെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ മലയാളിലും പോയി ആ വിലാപ മതിന്മേൽ നെറ്റി ഇടിച്ചിട്ടുണ്ടെന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതൊരു വിഷയമാണ്. നോക്കണമേ,
അപ്പൊ ഇന്ന് യഹൂദന്മാർക്ക് ദേവാലയമില്ല. മഹോദരകാലത്ത് അന്തിക്രിസ്തുവിന്റെ ഒത്താശയോടുകൂടി ഒരു ദേവാലയം പണിയും. അന്തിക്രിസ്തുവിന്റെ ഒത്താശയോടുകൂടി ദേവാലയം പണിയും. യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ്. അന്തിക്രിസ്തു എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? വെളിപ്പാട് ദിവസം 6-ാം അധ്യായം 1-ാം വാക്യം, അവൻ ഒരു വെള്ള കുതിരപ്പുറത്താണ് കടന്നു വരുന്നത്. അവന്റെ വില്ലുണ്ട്, പക്ഷെ അമ്പില്ല. ആ വില്ല് ഉടമ്പടി കാണിക്കുകയാണ്. യഹൂദന്മാരുമായിട്ട് ഉടമ്പടി ചെയ്ത് ഒരു ദേവാലയം പണിയുവാൻ തക്കൊണ്ടുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കും. യഹൂദന്മാർക്ക് ആ സൈറ്റ് ഒന്ന് കിട്ടിയാൽ മതി. അടുത്ത താമസിയാതെ ആ സൈറ്റ് അവർ പിടിച്ചെടുത്ത് അവിടുത്തെ ഹോമർ പള്ളി തകർത്ത് കളഞ്ഞ് അവരുടെ ദേവാലയത്തിന്റെ പണി ആരംഭിക്കാൻ തക്കൊണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അതിന്റെ എല്ലാം ഈറ്റുനോവ് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാനിതൊക്കെ പറയുന്ന താല്പര്യം എന്താ അറിയാമോ? കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് പോയിരിക്കുന്നു, രഹസ്യവരവ്. ആ സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ ഹോമപ്പള്ളി, മുസ്ലിമിന്റെ ഹോമപ്പള്ളി തകർത്ത് കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് യെരൂശലേം ദേവാലയം താമസിയാതെ പണിയാൻ പോവുകയാണ്. അന്തിക്രിസ്തു അതിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കും, ഇവരുടെ പ്രീതി സമ്പാദിക്കാൻ. എന്നാൽ മഹോദരകാലത്തിന്റെ മധ്യത്തിൽ വരുമ്പോൾ അന്തിക്രിസ്തു തന്റെ ഉടമ്പടി ലംഘിക്കും. ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് തന്റെ ബിംബം കൊണ്ട് സ്ഥാപിക്കും. യഹൂദന്മാരെ സംബന്ധിച്ച് ഇത് അംഗീകരിക്കാൻ തക്ക ഒക്കത്തില്ല. പ്രമാണം കൊടുത്ത സന്ദർഭത്തിൽ ഭൂമി യാതൊരു പ്രതിമെങ്കിലും സദൃശ്യമെങ്കിലും നമസ്കരിക്കുകയോ കുമ്പിടുകയോ ചെയ്യുന്നതാണ്. അവർ പറയും ഞങ്ങൾക്ക് സാധ്യമല്ല. അവനുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കും. നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ആദ്യമേ വഴിയും തടയുന്നവൻ മാറിപ്പോകണം. അപ്പോൾ നാശയോഗ്യനും നാശമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 4 മുതൽ, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് അതേ അഹങ്കരിക്കുന്ന ഒരു സന്ദർഭം. എല്ലാവരും അവനെ വണങ്ങണം. എന്നാൽ മഹോദരകാലത്ത് രക്ഷിക്കപ്പെടുന്ന അനേകരുണ്ട്. 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 144,000 പേരെ മുത്തിട്ട് വേർതിരിക്കുന്നു. 7-ാം അധ്യായം അതിന്റെ 2nd പാരഗ്രാഫിൽ വായിക്കുന്നു കുരുത്തോൽ പിടിച്ചൊരു മഹാപുരുഷാരും. അവർ മഹോദരകാലത്ത് രക്തസാക്ഷികളായിട്ട് മരിക്കുന്നവരാണ്. രക്തസാക്ഷികളായിട്ട് മരിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്. അത് ഏലിയാവും മോശയുടെയും പ്രവചനം കൊണ്ടാണ് അനേകരെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ തക്കൊണ്ടും ഇടയായി തീരുന്നത്. അങ്ങനെ രക്തസാക്ഷിയായിട്ട് മരിക്കുന്ന അനേകര് ഉണ്ട്. എന്നാൽ ഈ ബിംബത്തെ നമസ്കരിച്ചില്ല എങ്കിൽ അന്നേരമാണ് യഹൂദൻ തൻ്റെ അന്തിക്രിസ്തുമായിട്ടുള്ള ബന്ധം വിട്ടുപിരിഞ്ഞ് അതേ വലിയ തീച്ചോളിൽ കൂടെ യാക്കോബിന്റെ ഞെരുക്കുകാലം കടന്നു പോകുന്നത്. അടുത്ത 3.5 വർഷക്കാലം മഹാപീഡനയാണ്. 666 എന്നുള്ള മുദ്ര നെറ്റിമേലോ കൈമേലോ സ്വീകരിക്കണം. അത് ഏറ്റില്ലെങ്കിൽ അവർക്ക് ബിസിനസ് നടത്താൻ തക്ക നോക്കത്തില്ല. അതിനെപ്പറ്റി നമുക്ക് ആ സമയത്ത് പഠിക്കാം. ഭയങ്കരമായ ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ മഹാകഷ്ടം. ഈ സമയ അവസാനം ഇവർക്ക് നിവൃത്തിയില്ലാന്ന് കണ്ടു കഴിയുമ്പോൾ ഇവർ ഒന്നടങ്കം, യഹൂദന്മാർ ഒന്നടങ്കം സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കും, ഞങ്ങളുടെ മശിഹായെ അയച്ചിരണമേ. ഒരു മശിഹ വരുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അത് യേശു ആണെന്നവർക്ക് വിശ്വാസമില്ല. യേശു ആയിരുന്നെങ്കിൽ അത് ക്രൂശിക്കപ്പെടത്തില്ലായിരുന്നു, കൊന്നുകളയാൻ ഒക്കത്തില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് അവർക്ക്. അവർ ജാതിയായിട്ട് വ്യക്തികളായിട്ട് അനേക യഹൂദന്മാർ, ക്രിസ്ത്യാനികളും പെന്തക്കോസ്തുകാരും ഉണ്ട്. എന്നാൽ ജാതിയായിട്ട് യേശുവിനെ അവർ അംഗീകരിച്ചിട്ടില്ല. ആ സമയം അവർ ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ചു. കാരണം കഷ്ടം സഹിക്കാൻ ഒക്കത്തില്ല, ഞങ്ങളുടെ മശിഹായെ അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കും. ആ സമയമാണ് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, അപ്പോഴത്തേക്ക് 7 വർഷം പൂർത്തിയാകും. 11-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നമ്മളും ആ കൂട്ടത്തിൽ വരും. വിശുദ്ധന്മാർ ഈ ലോകത്തെ വിധിക്കും. സ്വർഗീയ ദൂതന്മാരും കടന്നു വരും. എല്ലാവരും കൂടെ ഒന്നിച്ച് വലിയൊരു സ്വർഗീയ സേനയായിട്ട് ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടും കേട്ടോ. ഒലിവുമലയിൽ അവിടെ വലിയൊരു താഴ്വര ഉളവായി വരും. അവിടെ വലിയ ഭൂകമ്പം ഉണ്ടാകും. നമ്മൾ സെക്രിയ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്നാളിൽ യെരൂശലേമിൽ ഒലിവുമലയുടെ മുകളിൽ കർത്താവായ യേശുവിന്റെ പാദം ചവിട്ടും, ഒലിവുമല 2ആയി പിളരും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ മൂളൽ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. സംഭവം നടക്കാൻ തക്കണം ഇനി അധികം വിദൂരമല്ല. അതിന് 7 വർഷം മുമ്പ് നമ്മുടെ കർത്താവ് വന്നിരിക്കണം. ഇപ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് നോക്കാം. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല, മുന്നോട്ടുള്ള അത് വർഷം എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. യേശു രഹസ്യമായി കള്ളനെ പോലെ വരും. ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 26-ാം അധ്യായം
63 64 വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചേ. ഇനി 10 മിനിറ്റോടെ ഉള്ളൂ. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ കാണും. കയ്യപ്പ ഒറ്റ ചോദ്യം വെച്ചത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവോ? 3 ഉത്തരം കർത്താവ് പറഞ്ഞു, ഞാനാണെന്ന് പറഞ്ഞു. യെസ്. അതുവരെ യേശു മിണ്ടിയില്ല. നിങ്ങൾ നോക്കണം. അതുവരെ മിണ്ടായിരുന്ന യേശു പറഞ്ഞു, ഞാനാകുന്നു. രണ്ടാമത് പറഞ്ഞ വാചകം, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. മൂന്നാമത് പറഞ്ഞത്, അവിടെ നീ ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരും, അത് നിങ്ങൾ കാണും. വിധിക്കാനിരുന്ന നിങ്ങളൊക്കെ, റോമൻ പടയാളികളൊക്കെ, സകല യഹൂദന്മാരും അന്നവനെ കാണും. യേശു ക്രിസ്തുവിന്റെ പരസ്യപരമനെ കുറിച്ച് യേശു പറഞ്ഞ ഒരു വാചകമാണ്. ദൈവത്തിന് സ്തോത്രം. ഏത് കണ്ണ്, ഇവിടെ വായിക്കുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തൊളച്ചവരും കാണും. യേശുവിന്റെ പരസ്യവരവ് നിങ്ങൾ വാക്യം എഴുതിയെടുത്തു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് യേശു ക്രിസ്തുവിന്റെ പരസ്യവരവ്. തന്റെ രഹസ്യവരവ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഇതിന്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ് മഹോദരകാലം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നു, അതേ ഒലിവ് മല 2ആയി പിളരും കേട്ടോ. അന്ന് അവിടെയുള്ള സകല യഹൂദന്മാരും കൂടി വരും, സകല ഇസ്രായേൽ. അതിനെക്കുറിച്ച് വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകമുണ്ട്, അവനെ കുത്തിത്തൊളച്ചവരും അവനെ കാണുമെന്നാണ്. അവനെ കുത്തിത്തൊളച്ചവരാരാ? റോമൻ പടയാളികളാ. അവര് കാണും. എപ്പോ കാണും? അന്തിമ ന്യായവിധി, ദുഷ്ടന്മാരുടെ അന്തിമ ന്യായവിധി വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള ആ വാക്യങ്ങളിലാണ് വെള്ള സിംഹാസന ന്യായവിധി. അന്ന് ഈ കുത്തിത്തോളച്ചവരുണ്ടല്ലോ, നിരപരാധിയായിരുന്ന യേശുവിനെ കുത്തിത്തോളച്ചവരുണ്ടല്ലോ, കുത്തിത്തോളച്ചവരും അന്ന് അവനെ കാണുന്ന ഒരു സന്ദർഭമാണ്. അന്ന് അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതേ മത്തായി സുവിശേഷം 25-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. താൻ മഹിമയോടെ കടന്നു വരുമ്പോൾ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അവനെ കുത്തിത്തൊളച്ചവരും കാണും. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ യഹൂദന്മാരാണ് അവനെ കൊല്ലാൻ തക്കവണ്ണം ഏൽപ്പിച്ചത്. അതിനെക്കുറിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, അന്ന് സകലരും, ഇസ്രായേൽ ഗോത്രം സകലരും കാണും, കുത്തിത്തൊളച്ചവരും അവനെ കാണും, ഏത് കണ്ണും അവനെ കാണും. ചിലരുടെ അഭിപ്രായം ഇങ്ങനെയാണ്, അതുവരെ മരിച്ചുപോയ ഇസ്രായേൽ ജനം ഉയർത്തെഴുന്നേറ്റ് ഈ കാഴ്ച കാണും എന്നൊരു അഭിപ്രായമുണ്ട്. അത് നമ്മൾ വേണമെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി. ഏതായാലും അവനെ കുത്തിത്തൊളച്ചവരും കാണും എന്ന് പറയുന്നത് ഇസ്രായേലിനെ മൊത്തം പറയുന്ന ഒരു വാചകമാണ്. അന്ന് അവനെ അവർ കാണും. അന്ന് അവനെ കാണുമ്പോൾ യേശു പറയും, ഞാനാണ് നിങ്ങളുടെ മശിഹ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അവർ പറയും, ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? താൻ മഹിമയിൽ മേഘാരൂഢനായി മേഘത്തെ ധരിച്ചുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു സന്ദർഭം. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇപ്പോൾ അന്തിക്രിസ്തു പറഞ്ഞു മശിഹയാന്ന്. ഞങ്ങൾ അവനെ വിശ്വസിച്ചു, അവനെ ആയിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യായിരുന്നു. ബിംബം നാട്ടിലൂടെയാണ്. ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഭൂമിയിൽ യാതൊന്നിന്റെ പ്രതിമെങ്കിലും നമസ്കരിക്കുകയോ കുമ്പിടുകയോ ചെയ്യരുത്, യാതൊരു ബിംബം ഉണ്ടാക്കരുത്. 10 കൽപ്പന അനുസരിച്ച് പോകുന്ന പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ യഹൂദന്മാർ. BC 606 ശേഷം അവർ വിഗ്രഹത്തെ ഉണ്ടാക്കിയിട്ടില്ല, വിഗ്രഹത്തെ വണങ്ങുന്നുമില്ല. അത് വ്യക്തികളായിട്ട് വല്ലതൊക്കെ ചെയ്ത് കാണും, എന്നാൽ ജാതിയായിട്ട് അവർക്കത് അംഗീകരിക്കുന്നില്ല. അവർ 10 കൽപ്പന പ്രമാണിച്ച് നടക്കുന്ന പ്രിയപ്പെട്ടവരാണ് യഹൂദന്മാർ. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. ഉടനെ കർത്താവായ യേശു തൻ്റെ മുറിവേറ്റ കരം കാണിക്കും. ഇത് നിങ്ങളുടെ പിതാക്കന്മാർ എന്നോട് ചെയ്തതാണ്. അന്ന് അവർ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും. വായിക്കാം സക്കറിയ പ്രവചനം 12-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. എടുത്തേ മക്കളെ. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവരെങ്കിലേക്ക് അവർ നോക്കും. നോക്കണമേ, കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. അടുത്തത്, ഏകജാതയെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അന്നാളിൽ
താഴ്വരയിലുള്ള ഹദദ്രിമോനിലെ വിലാപം പോലെ യെരുശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. ആ. ദേശം കുലമായി വെവ്വേറെ വിലപിക്കും. ദാവീദ് ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ ജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശെമീ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും. നോക്കണമേ, ഒരു വലിയ വിലാപം അവിടെ ഉണ്ടാകും. ഏതാ? യേശുവിന്റെ വരവിന് ശേഷം പരസ്യവരവെങ്കിൽ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ യേശു പരസ്യമായി പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു പരസ്യമായി വരുന്നതിന് 3 ഉദ്ദേശങ്ങളാണ്. 1, യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി. 2, സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലിട്ട് പൂട്ടുവാൻ. അതുപോലെ തന്നെ അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് തീയിൽ തള്ളിടാൻ. നരകം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് അന്തിക്രിസ്തുവും കള്ളപ്രവാചകനുമാണ്. 3-ാമത്തെ വിഷയം ഒരു രാജ്യം സ്ഥാപിക്കുവാൻ. ഒരു രാജ്യത്തിന് വേണ്ടി യഹൂദന്മാർ നോക്കി പാർക്കുകയാണ്. നമ്മളും കാത്തിരിക്കുകയാണ്. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ നടക്കും. ആദ്യമേ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി ജാതിയായി രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണമാണ് കടന്നു വരുന്നത്. ഈ മുറിവുകൾ കാണുമ്പോൾ ഇവർ ഒരു ചോദ്യം ചോദിക്കും. സെക്കരിയ 13:6 വായിച്ച്. സെക്കരിയ 13:6. അവനോട് കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് അടികൊണ്ടതാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവൻ സ്വന്തം ജാതി രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നു. അവർ അവനെ തള്ളിക്കളഞ്ഞപ്പോൾ പുറജാതിയിലേക്ക് തിരിവാൻ തക്കവണ്ണം തീർന്നു. സുറോഫോനിക്കാർത്തിയായ ഒരു സ്ത്രീ വന്ന് പറഞ്ഞില്ലേ, എന്റെ മകൾ അത്യാസനല്ലായിരിക്കുന്നു, സൗഖ്യമാക്കണമേ. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്ന വിഹിതമല്ല. വാസ്തവത്തെ അവളെ പട്ടീനെ വിളിച്ചത്, നായ്ക്കുട്ടി. പക്ഷെ അവളോട് പോയില്ല. കർത്താവേ, നായ്ക്കുട്ടികളും യജമാനന്റെ മേശയുടെ കീഴെ വീഴുന്ന അപ്പം നുറുക്കളെത്തി നിന്ന് ജീവിക്കുന്നല്ലോ. കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. പുറജാതിക്കാർത്തിയായിരിക്കുന്ന സൊറോഫോനിക്കാർത്തിയായ സ്ത്രീയുടെ വിശ്വാസം കണ്ടുകൊണ്ട് കർത്താവ് അവളോട് പറയാണ്, നിന്റെ വിശ്വാസം വലിയത്. യേശു പുറജാതിയിലേക്ക് തിരിഞ്ഞു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മൾ മുമ്പേ വായിച്ചതാണ്. അതേ പിതാക്കന്മാർ അല്ലെ കർത്താവിനെ കാണുമ്പോൾ യഹൂദന്മാർ ചോദിക്കും, നിന്റെ ശരീരത്തിൽ കാണുന്ന ഈ മുറിവ് എന്തുവാ? യേശു ക്രിസ്തുവിന്റെ മുറിവുണ്ടല്ലോ, ഇതുവരെയും മാറിയിട്ടില്ല. തൻ്റെ ആണിപ്പഴുതേറ്റ കരത്തിന്റെ പാട് ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ദൈവപുത്രനാണ്, ദൈവമാണ്, അതേസമയം തന്നെ മനുഷ്യനുമാണ്. താൻ എടുത്ത രൂപമുണ്ടല്ലോ, ഇതുവരെ മാറിപ്പോയിട്ടില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴും മനുഷ്യനായിരിക്കുന്ന കർത്താവിനെ തൻ്റെ മനുഷ്യത്വത്തോടു കൂടി നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അത് അവന്റെ ശരീരം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിലെ ശരീരമല്ല, ആദാമ്യ സൃഷ്ടിയിൽപ്പെട്ടതല്ല, ആദാമ്യ സൃഷ്ടിയിൽപ്പെട്ട രക്തമല്ല യേശുവിന്റെ ശരീരത്തോട് ഓടുന്നത്. ഇതാ ഞാൻ വേഗം വരുന്ന ഒരു ശരീരം എനിക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു ശരീരം. സമയം പോകുന്നല്ലോ. ഇവിടെ നമ്മൾ വായിക്കുന്നത് അന്ന് യഹൂദന്മാർ രക്ഷിക്കപ്പെടും ജാതിയായിട്ട്. ഇവിടെ വായിക്കുന്നത് അവർ കുത്തിയിട്ടുള്ളവരിലേക്ക് നോക്കും, ഏത് കണ്ണും അവനെ കുത്തിത്തൊളിച്ചവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ കുറിച്ച് വിലപിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചേക്കുന്നത്. സകല ഗോത്രങ്ങളും അവനെ കുറിച്ച് വിലപിക്കും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, അന്ന് സകല ഗോത്രങ്ങളും വിലപിച്ചുകൊണ്ട് അവന്റെ അരികിലേക്ക് കടന്നു വരും. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. എസെക്കിയേൽ 36-ന്റെ 24 മുതൽ 26 വരെ. കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും എന്നുള്ള ബാക്കിയില്ലേ? ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും,
പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ നോക്കണമേ, എന്റെ നമ്മൾ ചട്ടങ്ങൾ സക്രിയ പ്രവചനം 11-ാം അധ്യായം വായിച്ചപ്പോൾ അന്നാളിൽ യാചനകളുടെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ തരും. ഇവിടെ സെക്കൻഡ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും, നിർമ്മല വെള്ളം ഞാൻ നിങ്ങളുടെ മേൽ തളിക്കും, പുതിയൊരു ഹൃദയമാക്കി. കല്ലായുള്ള ഹൃദയം ഇത്രയും നാളും മസികല്ലെന്ന് പറഞ്ഞ് അതേ മസിക ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച സന്ദർഭങ്ങളില്ലേ, നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം മാറ്റി മാംസമായ ഒരു ഹൃദയം തരും. അന്നാൽ ദൈവം അവർക്ക് ഒരു പുതിയ ഹൃദയം കൊടുക്കും. അതാണ് വായിക്കുന്നത്, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും, ഉവ്വേ ആമേൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം സത്യം. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ലാലു. താങ്ക് യു പാസ്റ്റർ CV ആൻഡ്രൂസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് രാത്രിയിലും വചനം പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിച്ചു നോർത്ത് നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ട്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വളരെ ദൈവം തന്നെ ദീർഘായുസ് കൊണ്ട് ആരോഗ്യത്തോടെ ബലത്തോടെ നടത്തട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. നാളെ വൈകിട്ട് കർത്താവിന്റെ ദാസൻ ഷാജൻ പാറക്കടവിൽ പൗലൂസിന്റെ ലേഖനങ്ങൾ, പൗലൂസിന്റെ ചരിത്രം എന്നുള്ള വിഷയം ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചന പഠനം നിങ്ങളുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാകാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് അവസാനമായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ടൊറോണ്ടോയിൽ നിന്ന് മിസ്റ്റർ ഹർഡോൾഡ് ഫെർണാണ്ടസ്, മിസ്റ്റർ ഫെർണാണ്ടസ് ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ ദാസൻ ഷാജി കെ ഡാനിയൽ ആശീർവാദവും പറയും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, സ്തോത്ര സ്തോത്ര സ്തോത്ര. സ്വർഗ്ഗസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവേ, സ്നേഹത്തിനായിട്ട് വിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, പ്രവാസം കർത്താവേ, അവിടുത്തെ പാദപീഠത്തിൽ കർത്താവേ സ്തോത്രം. പ്രാർത്ഥിച്ചോളൂ ബ്രദർ, പ്രാർത്ഥിച്ചു. ആരോ സ്തോത്രം പറഞ്ഞ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്ര സ്തോത്ര സ്തോത്രം. കർത്താവേ, സ്തോത്ര. പ്രവാസത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ വിശുദ്ധ പാദപീഠത്തിൽ കർത്താവേ സ്തോത്രം. അനുഗ്രഹപ്പെട്ട കർത്താവ്, ദൈവവചനം കർത്താവ്, മാറ്റമില്ലാത്ത ദൈവവചനം കർത്താവ് പഠിക്കുവാൻ തക്കൊണ്ട് കർത്താവ് കൃപ നൽകിയ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് കർത്താവ് സ്തോത്ര. കർത്താവേ, സ്തോത്ര. ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ്, ജ്യേഷ്ഠ ദാസന കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. സ്തോത്ര. ഹല്ലേലൂയ. വചനത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കർത്താവ്, അത് കർത്താവ് അദ്ദേഹത്തിൽ കൊടുത്ത് കർത്താവ് ഞങ്ങളിൽ പകരുവാൻ തക്ക സഹായിക്കുന്നതെന്ന് നന്ദിയോട് സ്തുതിക്കുന്ന അപ്പൊ ദേവദാസനെ കർത്താവ് കൂടുതലായിട്ട് കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവ് സ്തോത്രം, ഈ അന്ത്യകാലത്ത് കർത്താവ് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നന്ദിയോട് സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് ഈ പ്ലേറ്റോറിനെ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ കടന്നു വരുന്ന കർത്താവ് സ്തോത്ര ഷാജി പാർക്കറിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. അദ്ദേഹത്തെ കർത്താവ് ശക്തിയായിട്ട് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അദ്ദേഹത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എന്റെ മേൽനോട്ടം വഹിക്കുന്ന കർത്താവ് ഷാജി പാസ്റ്ററിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. കുടുംബമായിട്ട് കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം. ലാലു പാസ്റ്ററായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കൊടുത്ത കൃപക്കായ നന്ദിയോ സ്തോത്രം. കർത്താവ് കടന്നു വന്ന എല്ലാ ദേവദാസ മക്കളെ കർത്താവ് ഒരിക്കൽ കൂടി കർത്താവിന്റെ പാദം പിടിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. കർത്താവ് നന്ദിയോട് സ്തോത്രം. ഹാലേലൂയ. കർത്താവ് അടിയനും കർത്താവിന്റെ പാദം പിടിച്ച് സമർപ്പിച്ചു പ്രാർത്ഥന കേട്ടായി സ്തോത്രം. മാനവും മാത്ര സ്വർഗത്തിൽ അപ്പനെടുക്കണം. സർവശക്തനായ കർത്താവ് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പാ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടന്നു വന്ന വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CV ആൻഡ്രൂസിനോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കടന്നു വന്ന് പഠിച്ച എല്ലാ ദൈവമക്കളെയും കർത്താവ് ശക്തീകരിക്കട്ടെ. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണ്. ഈ സൂമിന്റെ പ്രത്യേകത, നമ്മൾ എവിടെ ആയിരുന്നാലും നമുക്ക് വചനം പഠിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. ഡ്രൈവ് ചെയ്തുകൊണ്ടും ഞാൻ വചനം പഠിക്കുന്നത് കേട്ടുകൊണ്ട് പോവുകയായിരുന്നു. നിങ്ങളൊക്കെ എവിടെയായിരുന്നാലും കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആശീർവാദത്തോടെ കടന്നു പോകാം, ഉത്സാഹത്തോടെ കടന്നു വരിക. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം, കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും ഇന്ന് വചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസനോട് കൂടെയും ഈ ഓൺലൈൻ ബൈബിൾ കോളേജിനോട് കൂടെയും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവിന്റെ ജന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.